നീ ആ സുമേഷിനെ വിളിച്ചിട്ട് എന്തോന്ന് പറഞ്ഞേ? ഞാൻ ആരെയും വിളിച്ചുമില്ല, ഒന്നും പറഞ്ഞില്ല. അവനെ ഇങ്ങോട്ട് നാത്തൂനെന്ന് വിളിച്ചോണ്ട് വന്നത്. നാത്തൂനാ? എനിക്കറിയാമല്ലോ, അവനോട് ചോദിക്കും. ഞാൻ ഒരു വിധത്തിൽ ആ അമ്മയെ പറഞ്ഞ് റെഡി ആയിക്കൊണ്ട് വരായിരുന്നു. അപ്പോഴാണ് നിനക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ അവരോട് ഒന്ന് എല്ലാം കുളവാക്കിയത്. ഞാൻ അവൻ്റെ അടുത്ത് ഒരു സങ്കടവും കാണിച്ചില്ല. അവനെ എന്നോടൊന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ധിക്കാരം കാണിക്കണം, അങ്ങനെയാണെങ്കിൽ അവൻ പെണ്ണ് കെട്ടിക്കൊണ്ട് വരുമ്പം അമ്മയെ നിലക്ക് നിർത്താൻ പറ്റുള്ളൂ. ആ അമ്മയാണെ ഇപ്പം ആ വിഷമിച്ച് എന്തോന്ന് പറയാനെന്ന് പറയാം. അയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ വിഷമം മാത്രമല്ലേ മനസ്സിലാവുള്ളൂ. നീയല്ലേ പറഞ്ഞത് നിനക്ക് വിഷമമൊന്നും ഇല്ലെന്ന്? എനിക്ക് വിഷമം ഇല്ലെന്നല്ല, ഞാൻ എൻ്റെ വിഷമം അവനോട് കാണിച്ചില്ലെന്നാ പറഞ്ഞത്. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയാലൊന്ന് ആലോചിക്കാം. എനിക്ക് സങ്കടം ഇപ്പം ഇല്ല. സങ്കടം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നീ എല്ലാം കെട്ടുപാണ്ടാവുക എടുത്ത് വീട്ടിൽ പോകാനെന്ന്. പറയിപ്പിക്കരുത് കേട്ടോ. വെറുതെ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുക. ചെറുക്കൻ അമ്മ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. എങ്ങനെ വിടും? അമ്മാര് വർത്താനല്ലോ നീ അവിടെ നിന്ന് പറഞ്ഞേ. എന്തോന്ന് ചേട്ടാ, ഞാൻ ജസ്റ്റ് ഒരു പ്രശ്നം വഷളാക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ. അന്ന് പറ്റി അമ്മ എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. സങ്കടം വരുന്നു? നിന്നെ നോക്കിയോ, ഞാൻ എവിടെയെങ്കിലും ജയിലിലാക്കും എന്തെങ്കിലും കേസ് പിടുത്തി നോക്കിയോ? അത് കൊള്ളാം. ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന തന്നെ ജയിലിലാക്കുന്ന കാര്യം പറയണം. ഇനി നാത്തും വിചാരിച്ചാൽ അമ്മേൻ്റെ അടുത്ത് മിണ്ടു. നാത്തൂനല്ല ചേട്ടത്തി. എന്നാ ചേട്ടത്തി എല്ലാം പറഞ്ഞൊന്ന് കോംപ്രമൈസ് ആക്കിയിട്ടേ അമ്മയുടെ സന്ധി സംഭാഷണം നടത്തണം. എന്തോ സന്ധി സംഭാഷണോ? അർത്ഥം മനസ്സിലായ? തേങ്ങ അതൊന്നും ചേട്ടൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടത്തി എങ്ങനെ പറഞ്ഞു കോംപ്രമൈസ് ആക്കിയിട്ടേ ഒന്ന് റെഡിയാക്കി തരണം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. ചേട്ടൻ അറിയാലോ അത്. കണച്ചില് വരുമോ? അയ്യ എന്ത് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിട്ട് കണച്ചില് വരും പോലും. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ വരും. ഞാൻ ചേട്ടനെ കണക്കൊന്നുമില്ല, അച്ഛൻ ലോലന. എനിക്ക് അമ്മ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. ചേട്ടനെ കാണത്തില്ലായിരിക്കുമല്ലോ അങ്ങനെ വിഷമമൊന്നും. മനുഷ്യനായ മറിച്ചൊക്കെ മനസ്സ് വേണം, മനസാക്ഷി വേണം. അതാ മൃഗത്തെ പോലെ ഇരുന്നാ പോരാ, കമ്പ്യൂട്ടറായിട്ട്. മൃഗത്തെ പോലെ നീ എന്നെ അവന് വളം വെച്ച് കൊടുക്കണേ? അനുഭവിച്ചോ? ഞാൻ കുറച്ച് ഫുരിഡാനും ഫാക്ടം ഹൗസും ഒക്കെ ഇട്ട് കൊടുത്ത് വളർത്തുന്ന. അങ്ങനെ തന്നെ വളർത്തുന്ന. അതാ എല്ലാവരും കയ്യിൽ നിന്ന് കിട്ടുമ്പോ മനസ്സിലാവും. അമ്മയും മക്കളും വന്നിരിക്കുന്നു. അമ്മയ്ക്ക് വിഷമായ ഒരുത്തിന് കരച്ചില്, ഒരാൾക്കങ്ങ് നെഞ്ചു കൂട്ടുന്നു. എടി എന്റെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകുമ്പോ എനിക്ക് വിഷമം വരും. നിന്റെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകുമ്പോ നിനക്കും വിഷമം വരും. നിനക്ക് വിഷമം വന്നില്ലെങ്കിൽ നിന്റെ മനസ്സ് ഏതുപോലെയാണെന്ന് അറിയാലോ. എന്റെ അമ്മ ഇതുപോലെ കുത്തിരിപ്പൊന്നും അല്ല, നിന്റെ മനസ്സ് വിഷമിക്കും. നിന്റെ അമ്മയ്ക്ക് വിഷമം വരുമ്പോഴേ നിന്റെ മനസ്സ് വിഷമിച്ചില്ലെങ്കിൽ എന്താവും അറിയാമോ? എന്താണ് നിന്റെ മനസ്സ്? ഒന്നും മനസ്സിലായല്ലോ അവർക്ക്. അമ്മ അമ്മ ഇവൻ ജിറാഫിനെ പോലെ ഇങ്ങനെ വളർന്നെങ്കിലും പൂച്ചക്കുഞ്ഞിന്റെ മനസ്സാണമ്മ. അമ്മ ഇവൻ്റെ കൂടെ സംസാരിക്കാതിരുന്ന ഇവന്റെ മനസ്സ് നീറിപ്പോ. എനിക്ക് അവന്റെ കാര്യമൊന്നും അറിയണ്ട. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. എന്റെ കാര്യം അതിലും വിഷമമാണമ്മ. അമ്മയ്ക്ക് അറിയാമോ, ഇന്നത്തെ ദിവസം ഞാൻ ജലപാനം കഴിച്ചിട്ടില്ല. ആണോ? അപ്പൊ ഞാൻ അന്നാണ് ചോദിച്ച അവലൊക്കെ ആരാടാ കഴിച്ചത്? അത് കുറച്ച് കഴിച്ചമ്മ, പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല. സത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അമ്മ. അതായത് അമ്മ നനച്ചു വെച്ച അവല് ഞാൻ എടുത്ത് കൊടുക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ക്രെഡിറ്റ് ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ അതും കൂടെ എന്നോട് ക്ഷമിക്കണം. കണ്ടമ്മ, എന്റെ മനസ്സിനെക്കാളും കഷ്ടമാണ് ഇവളെ മനസ്സ്. നമ്മളെല്ലാരും എന്ത് പാവല്ലേ ഏട്ടാ, അമ്മയടക്കം. എടാ അതല്ലേടാ ഞാൻ പറഞ്ഞോട്ട് വന്നേ. സത്യം പറഞ്ഞാലേ ആ രാസനാദിപ്പൊടിയുടെ സംഭവം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവത്തിൻ്റെ പുറകെ ഞാനൊന്നൊക്കെ അന്നേരത്തെ അരിശത്തിന് പറഞ്ഞതാ. ചെറിയ ചില സംഭവങ്ങളുടെ പുറകെ ഇതേ ഇവളും ഉണ്ട്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്ത് പാവമെന്ന്. നീ എന്നോട് സംസാരിക്കാൻ പറ്റരുത്. നീ പറഞ്ഞത് ഞാൻ ചത്താലും മറക്കത്തില്ല. അമ്മ ഇവന്റെ അടുത്ത് ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ക്ഷമിക്കണം. അമ്മ ഇനി തൊട്ട് രാസനാദിപ്പൊടി അമ്മ തന്നെ തേച്ചു കൊടുത്തോ. അത് അതിൻ്റെ ഒരു ശരി. വിക്സ് ഞാൻ മണക്കാൻ കൊടുത്തോട്ടെ? കൊടുത്തോ. ഇനി നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാല്ലേ? നീ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ജലദോഷം വന്നില്ലെങ്കിൽ പ്രശ്നമാവോ? പോ മനുഷ്യ. നീ പോ ചക്ക. നിങ്ങൾ കോംപ്രമൈസ് ആയോ? ഇല്ല കോംപ്രമൈസ് ആയില്ല. അത് നിന്റെ കാര്യം ഇവിടെ ആര് ചോദിച്ചു? ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയിച്ച അല്ലേ അമ്മ? പിന്നെ ഇനി ശുഭം എഴുതി കാണിച്ചാൽ മാത്രം മതി. ശുഭം എഴുതി കാണിക്കാൻ വരട്ടെ. ലളിതേ നീ സൂക്ഷിച്ച കേട്ടോ. അമ്മയുടെ പഴയ സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ട്. ഉടനെ ഇങ്ങോട്ട് വരും അടുത്ത ബോംബിടാൻ. എന്റെ ദൈവമേ, ഞാൻ ആ മോളത്തെ നിലയിലെങ്ങാനും പോയിരിക്കട്ടെ. അങ്ങനെയാണ് പിന്നെ അമ്മ അങ്ങോട്ട് വരത്തില്ലല്ലോ. എന്നോട് അങ്ങോട്ടൊന്ന് കൊണ്ടുപോടാന്ന് പറഞ്ഞാലേ ഞാൻ അങ്ങോട്ടേക്ക് വരും കേട്ടോ. കൊല്ല ഞാൻ. അമ്മ പോലെ മിണ്ടമ്മന്ന്. ഒരു ഡൗട്ട് വെച്ചാ നീ ചോദിച്ചത് ഈ ഹിപ്പോപ്പൊട്ടാമസ് ആര്? ഹിപ്പോപ്പൊട്ടാമസ് ചാടുവോ? ഹിപ്പോപ്പൊട്ടാമസ് ഇതിപ്പോ ചാടിക്കൊണ്ട് പോയത് കണ്ടില്ലേ? നേരത്തെ അടിയുടെ ഇടയിൽ വിട്ടുപോയൊരു സംശയമാണ്. അച്ഛൻ അറിയാമോ? നിനക്ക് വേറെ സംശയം ഒന്നും ചോദിക്കാൻ കണ്ടില്ലേ? ഹിപ്പോപ്പൊട്ടാമസ് ചാടുവോ? അച്ഛൻ്റെ ഉത്തരം അറിഞ്ഞൂടാ. നമുക്ക് ഗൂഗിളിൽ പോയി തപ്പാം.
പല കാര്യങ്ങളും ഞാൻ മറന്നു നടക്കുമായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ ലളിത എനിക്ക് ഉപ്പുവെള്ളം കലക്കി തന്ന കുടിക്കാൻ? അമ്മ അത് നാരങ്ങ പിഴിയാൻ മറന്നുപോയതാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതല്ലേ, അത് അമ്മയെ മറന്നുപോയോ? ആരെങ്കിലും നാരങ്ങ പിഴിയാൻ മറന്നു പോവാടാ? അത് നീ ചോദിച്ചിട്ട് തന്നെ അടുത്ത കാര്യം. അല്ല അമ്മ അവള് മുകളിലാണ്. മോളിലാണ് ഞാൻ വലിച്ചേറിക്കോടാ. അമ്മ അത് വേണോ? വേണം. വലിയ ചൂടില്ല. ഇന്നിവിടെ എന്തെങ്കിലും വെള്ളം തന്നത് പോലെ പിന്നെ ചോദിക്കരുത് പോലും. അയ്യോ ആ അത് കൊള്ളാം.